നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ജി ഹോസ്പിറ്റൽ. ഇന്ന് നമുക്ക് ലങ് ക്യാൻസറിനെ പറ്റി ഒന്ന് വിശദമായി മനസ്സിലാക്കാം. ഈ ലങ് ക്യാൻസർ, അതായത് ശ്വാസകോശ അർബുദം, കൂടുതലായിട്ടും ഇപ്പം കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് സിറ്റീസിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. നേരത്തെ എല്ലാം വായിലുണ്ടാകുന്ന ക്യാൻസേഴ്സ്, തൊണ്ടയിലെല്ലാം വരുന്ന ക്യാൻസേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അർബൻ സിറ്റീസിൽ, മെട്രോ സിറ്റീസിലെല്ലാം ലങ് ക്യാൻസറും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ലങ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയേണ്ടത് സ്മോക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലങ് ക്യാൻസർ വരാൻ. 90% ലങ് ക്യാൻസർ വരാനുള്ള കാരണം സ്മോക്കിംഗ് ആണ്. പക്ഷേ ഈ പൊല്യൂഷൻ ഒരു ഇമ്പോർട്ടൻ്റ് കോസാണ് ലങ് ക്യാൻസർ വരാനായിട്ട്. ഈ ഡീസലിൽ നിന്ന് വരുന്ന പുക, പെട്രോളിൽ നിന്ന് വരുന്ന പുക, ഇങ്ങനെയെല്ലാം തന്നെ ലങ് ക്യാൻസർ വരാനുള്ള കാരണമാണ്. ഈ ലങ് ക്യാൻസർ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ, തുടർച്ചയായി നിൽക്കുന്ന ചുമ, തുടർച്ചയായി നിൽക്കുന്ന ശ്വാസം മുട്ടൽ, രക്തം ചുമച്ച് തുപ്പുക, ശരീരം മെലിയുക, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ലക്ഷണം. നെഞ്ചുവേദന, ഇതെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ തടിപ്പോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ CT സ്കാൻ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലങ് ക്യാൻസറുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഏർലി സ്റ്റേജസിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഒരാൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നു, അതിനുവേണ്ടി എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു തടിപ്പ് കാണുന്നു, CT സ്കാൻ എടുക്കുന്നു, ലങ് ക്യാൻസർ കണ്ടുപിടിക്കുന്നു. ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ലങ് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ശ്വാസം മുട്ടലോ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ലങ് ക്യാൻസർ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഡോക്ടറുടെ അടുത്തോട്ട് എത്തുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള 4ാമത്തെ സ്റ്റേജിലുള്ള ലങ് ക്യാൻസറിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ, നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ലങ് ക്യാൻസർ കോശങ്ങൾ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ 4ാമത്തെ സ്റ്റേജായിട്ടാണ് കരുതുന്നത്. എല്ലിലോട്ടോ കരളിലോട്ടോ ബ്രെയിനിലോട്ടോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് 4ാമത്തെ സ്റ്റേജായിട്ടാണ് കരുതുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അഡ്വാൻസസ് വരുന്ന ഫീൽഡാണ് ഈ ഓങ്കോളജി എന്ന് പറയുന്നത്. ഈ ലങ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജിൽ പോലും ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സാ ഓപ്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് സ്മോക്കേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക്. ഈ ലങ് ക്യാൻസർ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഒരു ബയോപ്സി എടുത്തിട്ടാണ്. ഈ ബയോപ്സി എടുക്കുന്നതിലൂടെ കുറച്ച് നമുക്കൊരു ടിഷ്യൂ കിട്ടുകയാണ്, ഒരു ദശം കിട്ടുകയാണ്. ഇതിനെ നമ്മൾ പത്തോളജിയിലോട്ട് വിടുകയും അതിൽ നമുക്ക് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ജനറ്റിക് ടെസ്റ്റിംഗ്, എന്തെങ്കിലും ആ കോശങ്ങളിൽ എന്തെങ്കിലും വ്യതിയാനം വന്നാണോ ഈ ലങ് ക്യാൻസർ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ആ വ്യതിയാനങ്ങളെയാണ് നമ്മൾ ഈ മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ മ്യൂട്ടേഷൻസിനെ നമുക്ക് കണ്ടെത്താനായി ഇന്ന് സാധിക്കും. അതിനു വേണ്ടിയുള്ള ടെസ്റ്റ് നമുക്കിപ്പോഴുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നെല്ലാം പറഞ്ഞുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലങ് ക്യാൻസർ വരാനുള്ള കാരണത്തെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ EGFR, ALK, ROS, അങ്ങനെ നിരവധി മ്യൂട്ടേഷൻസ് ഈ ലങ് ക്യാൻസറിന് കാരണമായേക്കാം. ഇതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കീമോതെറാപ്പി എല്ലാം ഒഴിവാക്കി ഈ മ്യൂട്ടേഷനെതിരെയുള്ള ടാർഗറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായി സാധിക്കുന്നു. അത് ഗുളിക രൂപത്തിലാണ്. ഈ ഗുളിക നമുക്ക് ഡെയിലി കഴിച്ചാൽ മതിയാവും. കീമോതെറാപ്പി ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നു. നല്ല നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ ചികിത്സ ഇല്ലാത്തൊരവസ്ഥയല്ല, നല്ല രീതിയിലുള്ള ചികിത്സയുള്ള അവസ്ഥയാണ്. ഇത് മാത്രമല്ല, 4ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്നൊരു ചികിത്സാ ഓപ്ഷനുമുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ചികിത്സയാണ്. ഈ ഇമ്മ്യൂണോതെറാപ്പി കൊടുത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ കോശങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ ഇമ്മ്യൂണോതെറാപ്പിയും ഇഫക്റ്റീവായി നമുക്ക് 4ാമത്തെ സ്റ്റേജിൽ കൊടുക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ നമുക്ക് 4ാമത്തെ സ്റ്റേജിൽ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ അസുഖത്തെ പൂർണ്ണമായി മാറ്റുന്നില്ല. അസുഖത്തെ കൺട്രോൾ ചെയ്യുന്ന ചികിത്സയാണ് നമ്മൾ 4ാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര നാളാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കുറേ നാൾ നമ്മൾ ഈ തുടർ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും. ഇടയ്ക്ക് നമ്മൾ സ്കാനിങ് എല്ലാം ചെയ്ത് നോക്കി എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ സ്മോക്കേഴ്സ് എല്ലാ ആൾക്കാരിലും ലങ് ക്യാൻസർ വരുന്നില്ലല്ലോ?
പല ആൾക്കാരും സ്മോക്ക് ചെയ്താലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ഇതിന് പറയുന്നത് നമ്മുടെ കണക്കുകളും പഠനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് 30% കൂടുതൽ സാധ്യതയുണ്ട് സ്മോക്കേഴ്സിന് ഇത്തരം ക്യാൻസേഴ്സ് വരാനായിട്ട്. അതുകൊണ്ട് സ്മോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്മോക്കിംഗ് എന്ന് പറയുമ്പം എല്ലാം അതിനകത്ത് ഉൾപ്പെടും. അതായത് സിഗരറ്റ്സ് ആണെങ്കിലും സിഗരറ്റ്സ് ആണെങ്കിലും ഇതെല്ലാം സ്മോക്കിങ്ങിൽ ടൊബാക്കോ പ്രോഡക്ട്സ് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ക്യാൻസറിനെ തടയാനായി തന്നെ സാധിക്കും.